ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കേട്ടോ. അപ്പം നമ്മൾ നേരെ പോകാൻ പോകുന്നത് OI റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇത് റെസ്റ്റോറൻ്റ് ആണെങ്കിലും ശരിക്കും ഇത് ഒരു റിസോർട്ട് പോലെയാണ് കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഹെവൻ ആണ്. ഇവിടെ വെറൈറ്റി ടൈപ്സിലുള്ള ഫുഡ് കിട്ടും. അപ്പം നമ്മളതൊന്ന് ടേസ്റ്റ് ചെയ്യാനാണ് പോകുന്നത്. നിങ്ങൾ ഇവിടെ ബാംഗ്ലൂരിലാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ OI എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് വരണം കേട്ടോ. ആദ്യം ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെയൊക്കെ കാണാം, അതിനുശേഷം നമുക്ക് ഫുഡ് ട്രൈ ചെയ്യാം. എന്തൊരു ഭംഗിയാന്ന് നോക്കിയേ. ഇവിടെ കുറേ തട്ടായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഏറ്റവും ടോപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് മുഴുവനും കാണാൻ പറ്റും. ഫുഡ് കഴിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ കാഴ്ചകൾ കാണാൻ തന്നെ വേണ്ടി വരും. ഈ ലേക്ക് നോക്കിയേ, എന്ത് ഭംഗിയുള്ള ഫിഷുകളാണെന്ന് കണ്ടില്ലേ? പലതരത്തിലുള്ള കളറിലും ഉള്ള ഫിഷുകളുണ്ട് ഇതില്. വെള്ളം സ്പ്രേ ചെയ്യുന്ന സാധനം ഉള്ളതിനാൽ പുറത്തത്തെ ചൂട് നമ്മൾക്ക് ഒട്ടും മനസ്സിലാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ചൂടും അനുഭവപ്പെടില്ല. ഇവിടെ ഫുഡ് നല്ല എക്സ്പെൻസീവ് ആണ്. പിന്നെ പോരാത്തതിന് ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എല്ലാ ഡിഷും ഒരേപോലെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു കേട്ടോ. നമ്മൾ പല ഡിഷസും ട്രൈ ചെയ്യാൻ വേണ്ടി ഓർഡർ ചെയ്തു കേട്ടോ. ആദ്യം തന്നെ വന്നത് ഒരു നൂഡിൽസ് ആയിരുന്നു. പിന്നെ ഒരു കോക്ടെയിലും വന്നു. അടുത്തത് ആയിട്ട് ഫ്രഞ്ച് ഫ്രൈസും ഒരു ബർഗറും. വന്നത് ഒരു പിസ്സ ആയിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആൻഡ് ജ്യൂസി ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിസ്സ.
അപ്പം നമ്മൾ നേരെ റൂമിലേക്ക് വന്നിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തു. പിന്നെ വൈകുന്നേരം ആകുമ്പം നമ്മൾ നല്ല കൊറിയനും ജാപ്പനീസും ഫുഡ് കിട്ടുന്ന നല്ല അടിപൊളി ഹൊക്കൈഡോ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. ജാപ്പനീസും കൊറിയനും ഫുഡ് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന ഒരു അടിപൊളി റെസ്റ്റോറൻ്റാണ് ഹൊക്കൈഡോ. ഇവിടെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എല്ലാത്തിൻ്റെയും ഇൻഗ്രീഡിയൻസ് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനങ്ങളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജപ്പാനീസ് റെസ്റ്റോറൻറ്റിൽ വന്ന അതേ ഫീലായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. പിന്നെ പോരാത്തതിന് ഇവിടെ കുറേ കോമിക് ബുക്സ് ഉണ്ട്, ലൈബ്രറി പോലെ വെച്ചിട്ട്. ഓർഡർ ചെയ്തത് കൊറിയൻ റാമ്യനും ജപ്പാനീസ് സുഷി ആയിരുന്നേ. അടിപൊളിയായിരുന്നു കേട്ടോ ടേസ്റ്റ്. ഇവിടെ സുഷിയൊക്കെ ഉണ്ടാക്കുന്ന ജപ്പാനീസ് ഷെഫുകളാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ എന്തായാലും വന്ന് സുഷിയും റാമീനും ഒക്കെ ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ. അപ്പോൾ ബൈ.